നമസ്തേ. 9/5/2025 വെള്ളിയാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇന്നിപ്പോൾ പ്രത്യേകിച്ച് മറുപടി പറയേണ്ടതായ കമൻറ്റുകളൊന്നും ഒരിടത്തും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് നോക്കേണ്ടതില്ല. സാധാരണ പറയുന്നത് പോലെ ഇത് കിട്ടണം എന്നുള്ളവർ ദിവസവും എൻ്റെ വീഡിയോസിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വാട്സാപ്പിലേക്ക് വീഡിയോ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് ഇതിനകത്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. വാട്സാപ്പിലേക്ക് വെറുതെ മെസ്സേജ് വിട്ടാൽ എനിക്ക് വ്യക്തിപരമായി നിങ്ങൾക്ക് വീഡിയോ തരാനാവില്ല, അത് പ്രായോഗികവുമല്ല. അതുകൊണ്ട് നിങ്ങൾ ഇതിനകത്ത് കാണുന്ന ഫോൺ നമ്പർ ഉപയോഗിച്ച് നോക്കിയാൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് യൂട്യൂബിൽ എൻ്റെ പോസ്റ്റുകൾ കിട്ടും. ആ പോസ്റ്റുകൾ ഒക്കെ നോക്കിയിട്ട് അത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം എന്തെങ്കിലും കമൻറ്റൊക്കെ 2-3 പോസ്റ്റുകളിൽ ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഞാനിടുന്ന പോസ്റ്റെല്ലാം നിങ്ങൾക്ക് തുടർച്ചയായിട്ട് കിട്ടും. ആ കാണുന്ന പോസ്റ്റുകളിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടാനോ ഷെയർ ഇടാനോ ലൈക്ക് ചെയ്യാനോ ഒക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ എൻ്റെ പോസ്റ്റുകൾ നിങ്ങൾക്ക് കിട്ടില്ല. അതാണ് എൻ്റെ പോസ്റ്റുകൾ കിട്ടാനുള്ള ഏക മാർഗം. ഇനി അത് വ്യക്തിപരമായ ഫലങ്ങൾ അറിയുന്നതിന് നിങ്ങൾ കമൻറ്റിൻ്റെ താഴെ ഇത് കമൻ്റായിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ബർത്ത് ടൈമും ഒന്നും ഇട്ടിട്ട് കാര്യമില്ല. അത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല, അത് ശ്രദ്ധിക്കില്ല. ആ രീതിയിലുള്ള കമൻറ്റുകളൊന്നും മറുപടി പറയുക നടക്കില്ല. വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ എൻ്റെ വാട്സാപ്പിലേക്കാണ് നിങ്ങൾ ഡീറ്റെയിൽസ് മെസ്സേജ് ചെയ്യേണ്ടത്. അതിനൊരു ഫീസും ഉണ്ടായിരിക്കും. അത് ഫീസാണ് ഉണ്ടായിരിക്കുക, അത് ദക്ഷിണയല്ല എന്നുകൂടെ മനസ്സിലാക്കുക. അതിനൊരു ഫീസാണ്. ഈ ദക്ഷിണയും ഫീസും എന്താണെന്ന് പ്രത്യേകിച്ച് പറയാതെ അറിയാലോ. അതുകൊണ്ട് അതിന് ഫീസ് തന്നെയാണ്. താല്പര്യമുള്ളവരും വാട്സാപ്പിലേക്കാണ് മെസ്സേജ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം. 9/5/2025 വെള്ളിയാഴ്ച ഇടവം കർക്കിടകം രാശിക്കാർക്ക് ശുഭകരവും, മേടം വൃശ്ചികം രാശിക്കാർക്ക് മധ്യമവും, തുലാം മകരം കുംഭം രാശിക്കാർക്ക് ദോഷവും, മിഥുനം ചിങ്ങം കന്നി ധനു മീനം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ്. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നും വിശദമായിട്ട് വരാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഞാൻ ഓരോ കൂറ് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ ഓരോരുത്തർ അവരവരുടെ കൂറുള്ള ഭാഗം മാത്രമാണ് കേൾക്കുന്നതെന്ന് എനിക്കറിയാം. ചില കമൻറ്റുകൾ കേൾക്കുമ്പോൾ ശരിക്കും ഞാൻ ഓരോ കൂറ് പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഓർത്ത് വരുമ്പോൾ, ജ്യോതിഷവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ എന്തെങ്കിലും ഓർത്ത് വരുമ്പോൾ അതിനുള്ള മറുപടി കൂടെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് എല്ലാം ഒന്ന് കേൾക്കാനായിട്ട് ശ്രമിക്കുക. എങ്കിലാണ് ഞാൻ പറയുന്ന കമൻറ്റുകൾക്കുള്ള മറുപടി കൊണ്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ചിലർ പറയുന്നുണ്ട് എൻ്റെ കമൻറ്റിൻ്റെ മറുപടി തന്നില്ല എന്ന് പറയുന്നുണ്ട്. എല്ലാവരുടെയും കമൻറ്റിൻ്റെ മറുപടി തരിക തന്നെ. പരമാവധി മറുപടി പറയാവുന്ന കമൻറ്റുകൾക്കെല്ലാം മറുപടി പറയും ചെയ്യുക തന്നെ ചെയ്യും. ഇനി നമുക്ക് വിശദമായി ഓരോ കൂറിൻ്റെ ഫലത്തിലേക്ക് വരാം. അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടം രാശി എന്ന് പറയുന്നത്. ഈ സമയത്ത് ജനിച്ചവർ മേടം രാശിയിൽ ജനിച്ചവരാണെന്ന് പറഞ്ഞാൽ അശ്വതി നക്ഷത്രം, ഭരണി നക്ഷത്രം, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗത്ത് ജനിച്ചവർ, അത് എന്ന് ജനിച്ചതായാലും, എത്ര വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചതായാലും, അടുത്ത വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചതായാലും, ഒരു ദിവസം മുമ്പ് ജനിച്ചതായാലും അവരെല്ലാം മേടക്കൂറിൽ തന്നെ ആയിരിക്കും. അപ്പോൾ മേടക്കൂർ എന്ന് പറഞ്ഞാൽ അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗത്ത് ജനിച്ചവരാണ്. നമുക്ക് അവരുടെ ഫലമാണ് നോക്കുന്നത്. മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. ആരോഗ്യം കുറച്ച് നാളത്തേക്കും കൂടെ അത്ര മേന്മയുള്ളതായിരിക്കില്ല. ഒരാത്മവിശ്വാസക്കുറവ് മേടൻ രാശിക്കാർക്ക് എല്ലാ കാര്യത്തിലും ഉണ്ടാകും.
ഒരു അലസത ഉണ്ടാവും. പ്രതിരോധ ശക്തി പൊതുവെ കുറച്ച് നാളത്തേക്കും കൂടെ ഇവർക്ക് അത്ര ഉണ്ടാകില്ല. ഈ ദിവസം പൊതുവെ ഒട്ടും അനുകൂലമല്ലായിരിക്കും ആരോഗ്യകാര്യത്തിൽ. വിളർച്ച, ദഹനക്കുറവ്, പിത്തസംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവർ അത് ശ്രദ്ധിക്കുക തന്നെ വേണം. എന്നാൽ മനസ്സ് പൊതുവെ അനുകൂലമായിരിക്കും. ഒരു ശാന്തതയൊക്കെ മനസ്സിന് അനുഭവപ്പെടും. ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. അങ്ങനെ മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇവർക്ക് കഴിയും. പിന്നെ മേടംകാർക്ക് പൊതുവെ ദൈവാധീനമുള്ളൊരു സമയമായതുകൊണ്ട് അതിൻ്റെ നേട്ടങ്ങളും ഉണ്ടാകും. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ടൊക്കെ കഴിയും. എന്നാൽ ഇവർക്ക് സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലം ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്ന സമയമാണ്. കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട്. വാക്കുകൾ അനുചിതമായി പുറത്തേക്ക് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് വാക്കുകൾ മൂലം ചില കലഹങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, എടുത്തുചാട്ടം മൂലമുണ്ടാകുന്ന ചില നഷ്ടങ്ങൾ, ഇതൊക്കെ മേടക്കൂറുകാർക്ക് ഈ 9/5/2025 വെള്ളിയാഴ്ച ഉണ്ടാകാം. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമായിരിക്കില്ല. വിദ്യാർത്ഥികൾക്കും അനുകൂലമല്ല. അതേപോലെ ദൈവാധീനം ഉള്ള ഒരു ദിവസമാണ്. മക്കളും ജീവിത പങ്കാളിയുമൊക്കെ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും. പക്ഷെ തൊഴിൽ രംഗത്ത് ഒട്ടും അനുകൂലമല്ലാത്ത സമയമാണ്. അതുകൊണ്ട് സഹപ്രവർത്തകരും തൊഴിലാളികളും ഒക്കെ അനുകൂലമായിരിക്കില്ല. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നന്നായിരിക്കും. ഇനി ഇടവം രാശി. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി ഭാഗത്ത് ജനിച്ചവർ, അത് എന്ന് ജനിച്ചവരാണെങ്കിലും കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി ഭാഗത്താണ് അവർ ജനിച്ചിട്ടുള്ളതെങ്കിൽ, അവരുടെ നാൾ ഇതാണെങ്കിൽ ജനിച്ചിട്ട് ഈ നാളിൻ്റെ ഭാഗങ്ങളിലാണ് ജനിച്ചിട്ടുള്ളതെങ്കിൽ അവർ ഇടവക്കൂറുകാർ തന്നെ ആയിരിക്കും. അപ്പോൾ ഇടവക്കൂറുകാരുടെ ഫലം എന്ന് പറഞ്ഞാൽ ഇവരുടെ ജാതകത്തിൽ ചന്ദ്രൻ ഇടവം രാശിയിലായിരിക്കും നിൽക്കുന്നത് എന്നർത്ഥം. ഈ കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി ഭാഗത്ത് ജനിച്ച എല്ലാവരുടെയും, എന്ന് ജനിച്ചവരാണെങ്കിലും പ്രായം നോക്കാതെ അവരുടെയൊക്കെ ജാതകത്തിൽ ഇടവം രാശിയിലായിരിക്കും ചന്ദ്രൻ നിൽക്കുക. അവരുടെ ജാതകത്തിൽ അത് വെച്ചുകൊണ്ടാണ് ഇടവം രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നവരുടെ ഫലമാണ് ഈ പറയുന്നത് എന്നർത്ഥം. ജാതകത്തിൽ ഇടവം രാശിയിൽ ചന്ദ്രൻ നിന്നാൽ ഇങ്ങനെ വരും. അപ്പോൾ ഇങ്ങനെ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ ഒരു ദിവസമാണ്. പക്ഷേ ആരോഗ്യവും മനസ്സും അത്ര അനുകൂലമായിരിക്കില്ല. ആത്മവിശ്വാസക്കുറവുണ്ടാകും, അലസത ഉണ്ടാവും, ദഹനക്കുറവ് മൂലമുള്ള പ്രശ്നങ്ങളുണ്ടാവും, പ്രതിരോധ ശക്തി കുറവുണ്ടാകും, മനസ്സും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല, ബുദ്ധിപൂർവമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല, മാതൃപിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കില്ല, ഒരു അഭിപ്രായ സ്ഥിരത ഉണ്ടാവില്ല, ആസ്തമ, അലർജി രോഗങ്ങൾ, മാനസിക അസ്വസ്ഥതകൾ, വൃക്ക രോഗങ്ങളൊക്കെ ഉള്ളവർ വളരെയധികം ഇടവൻ രാശിക്കാർ ശ്രദ്ധിക്കണം. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമാണ്. ധനപരമായ ചെറിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ശത്രുദോഷമൊന്നും കാര്യമായിട്ട് ബാധിക്കുന്ന ദിവസമായിരിക്കില്ല. കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും. നല്ല വാക്കുകൾ പറയാനായിട്ട് മറ്റുള്ളവരോട് കഴിയും. അതുകൊണ്ട് കലഹമുള്ളവരൊക്കെ ആ കലഹം തീർത്ത് മിത്രങ്ങളാക്കി എടുക്കാനുള്ളൊരു അവസരം ഈ ദിവസം ശ്രദ്ധിച്ചാൽ ഉണ്ടാക്കാൻ കഴിയും. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. എന്നാൽ മക്കളിൽ നിന്ന് കുറച്ച് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. സാമ്പത്തികമായ ചില നഷ്ടങ്ങൾ മക്കൾ മൂലം ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉള്ള ദിവസമാണ്. തൊഴിൽ രംഗത്ത് അനുകൂലമല്ല. ഈ ദിവസം അനുകൂലമല്ല എങ്കിലും പൊതുവെ ശ്രദ്ധിച്ചാൽ അനുകൂലമാകുന്ന ദിവസങ്ങളാണ് ഇനിയുള്ളത്. അപ്പോൾ ജാതകത്തിലും അനുകൂലമാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അനുകൂലമാക്കാനായിട്ട് കഴിയും. ഈ ദിവസം തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ സഹപ്രവർത്തകരുമായി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇടവം രാശിക്കാർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് ഈ ദിവസം വളരെ നന്നായിരിക്കും. മിഥുനം. മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം. മകീരം നക്ഷത്രത്തിൻ്റെ അവസാന പകുതി ഭാഗത്ത് ജനിച്ചവർ, തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർ, പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗത്ത് ജനിച്ചവർ.
ഇവർ മിഥുനം കൂറുകാരാണ്. മിഥുനം രാശി. അപ്പോൾ അവരുടെ ഫലമാണ് പറയുന്നത്, മിഥുനക്കൂറുകാരുടെ ഫലമാണ് പറയുന്നത്. ഇവർക്ക് പ്രായവ്യത്യാസം ഇല്ലാതെ ഈ സമയത്ത് ജനിച്ചവരെല്ലാം മിഥുനക്കൂറുകാരായിരിക്കും. മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ സമയമല്ല. എന്നാലും ഇവർക്ക് ആരോഗ്യം പൊതുവെ അനുകൂലമായിരിക്കും. അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. ഒരു ആത്മവിശ്വാസം എല്ലാ കാര്യത്തിലും ഉണ്ടാകും. എന്നാൽ ഇവരുടെ മനസ്സ് അസ്വസ്ഥമായിരിക്കും. ആവശ്യമില്ലാത്ത ചിന്തകൾ മൂലം മനസ്സ് കാട് കയറി പോകുന്നത് കൊണ്ട് അതിൻ്റെ ഒരു അസ്വസ്ഥതയും കൂടെ ശരീരത്തിൽ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മനസ്സിനെ ഒന്ന് സ്വസ്ഥമാക്കിയാൽ ശരീരം അനുകൂലമാണ് പൊതുവേ. അപ്പോൾ മനസ്സിനെ സ്വസ്ഥമാക്കിയാൽ കൂടുതൽ അനുകൂലമാക്കാനായിട്ട് കഴിയും. അതേപോലെ ആസ്മ, മാനസിക അസ്വസ്ഥത, ഗർഭാശയ സംബന്ധമായ അസുഖങ്ങൾ, ഇവയൊക്കെ ഉള്ള ആളുകൾ ഈ മിഥുനം രാശിക്കാർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഒരു അഭിപ്രായ സ്ഥിരത മിഥുന രാശിക്കാർക്ക് ഈ ദിവസം കുറവായിരിക്കും. സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമായിരിക്കില്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. മിത്രങ്ങൾ തന്നെ ചിലപ്പോൾ ശത്രുക്കളായി മാറാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. എങ്കിലും സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമൊക്കെ അനുകൂല അവസ്ഥ ഉണ്ടാകുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്കും ഗുണകരമാണ്. കടബാധ്യത വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ധനപരമായി അത്ര അനുകൂല സമയമൊന്നുമല്ല. ജീവിത പങ്കാളിയും മക്കളുമൊന്നും അനുകൂലമല്ല. കുടുംബത്തിൽ ഒരു സ്വസ്ഥത കുറവ് അനുഭവപ്പെടും. തൊഴിൽ മേഖലയും അനുകൂലമല്ല. പൊതുവേ മിഥുന രാശിക്കാർക്ക് കഠിന ദോഷമുള്ള സമയമാണ് ചന്ദ്രാധിഷ്ഠിത രാശിപ്രകാരം. ലഹരി പദാർത്ഥങ്ങളൊന്നും ഒരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കാൻ മിഥുനൻ രാശിക്കാർ പ്രത്യേകം ഈ ദിവസം ശ്രദ്ധിക്കണം. പൊതുവെ കുടുംബത്തിൽ അസ്വസ്ഥത, തൊഴിൽരംഗത്ത് അസ്വസ്ഥതയൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസം ആയതുകൊണ്ട് ആ സമയത്ത് നമ്മൾ അതിനുള്ളൊരു സാഹചര്യം ഇട്ട് കൊടുക്കാതിരിക്കാനും കൂടെ ശ്രദ്ധിക്കണം. ഒരു അനുകൂലമല്ലാത്തൊരു ദിവസമാണ്, സാഹചര്യമാണെന്ന് പറഞ്ഞാൽ അതിനെ കൂടുതൽ അനുകൂലമല്ലാതാക്കാനല്ലല്ലോ ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കാനും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. കർക്കിടകം രാശി. പുണർദം, അവസാന കാൽഭാഗം, പൂയം, ആയില്യം. കർക്കിടകൻ രാശി. കർക്കിടകൻ രാശിക്കാർക്ക് ഗുണകരമായ ഒരു ദിവസമാണ്. ആരോഗ്യവും മനസ്സുമൊക്കെ അനുകൂലമായിരിക്കും. ആത്മവിശ്വാസത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അലസതയില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് കഴിയും. സ്വന്തം കഴിവിൽ ഒരു വിശ്വാസവും അർപ്പണബോധവും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. മനസ്സ് പൊതുവെ അനുകൂലമായിരിക്കും. ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. ഒരഭിപ്രായ സ്ഥിരത എല്ലാ കാര്യത്തിലും ഉണ്ടാകും. എന്നാൽ സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. ആവശ്യമില്ലാതെ വാക്കുകൾ ഉപയോഗിച്ച് സഹോദരരുമായിട്ട് കലഹമുണ്ടാക്കാനൊന്നും പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട്. മറ്റുള്ളവരുമായി കലഹമുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. എങ്കിലും ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാൻ കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ലാത്തൊരു സ്ഥിതി കൂടെ ഉണ്ട്. ദൈവാധീനം ഉള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും അല്പം ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിലും കർക്കിടകക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായ ദിവസമാണ്, നടന്നു കിട്ടും. ജീവിത പങ്കാളിയും മക്കളും ഒക്കെ അനുകൂലമായിരിക്കും. പൊതുവെ കുടുംബത്തിൻ്റെ ഒരു പിന്തുണ പല കാര്യങ്ങളിലും ഉണ്ടാകുകയും ചെയ്യും. എന്നാൽ തൊഴിൽ മേഖല അത്ര മേന്മയുള്ളതല്ല. തൊഴിൽ മേഖലയിൽ ശത്രുക്കൾ മൂലമുള്ള ചില ദോഷങ്ങൾ, ചില ബന്ധനങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊക്കെ വേണ്ടതുപോലെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയാൽ വലിയ ദോഷമില്ലാതെ ഈ ദിവസത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. പൊതുവേ നോക്കിയാൽ കർക്കിടകം രാശിക്കാർക്ക് ഗുണകരം തന്നെ ആയിരിക്കും. ചിങ്ങം രാശി. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. മകം നക്ഷത്രം, പൂരം നക്ഷത്രം, ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗത്ത് ജനിച്ചവരാണ് ചിങ്ങക്കൂറിൽ ജനിച്ചവർ, അഥവാ ചിങ്ങത്തിൽ ജനിച്ചവർ.
ചിങ്ങക്കൂറിൽ ജനിച്ചവർ എന്ന് പറയുന്നത്. ആ ചിങ്ങക്കൂറിൽ ജനിച്ചവരുടെ ചിങ്ങൻ രാശിക്കാരുടെ ഫലമാണ് പറയുന്നത്. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കഠിനമായ ദോഷമുള്ളൊരു ദിവസമാണ്. ആരോഗ്യം അനുകൂലമല്ല, മനസ്സും അനുകൂലമായിരിക്കില്ല. എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസക്കുറവ്, അലസത, സംശയം, അകാരണമായ ഭയം, ഇതൊക്കെ ചിങ്ങൻ രാശിക്കാർക്കുണ്ടാകും. അതുപോലെ മനസ്സും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. മാതൃപിതൃസ്ഥാനീയരൊന്നും അനുകൂലമായിരിക്കില്ല. പൂർവികരുടെയും ഗുരുക്കന്മാരുടെയൊക്കെ ഒരു അനുഗ്രഹം കുറഞ്ഞ ഒരു ദിവസമായിരിക്കും. അതേപോലെ ആസ്മ, മാനസിക അസ്വസ്ഥത ഒക്കെ ഉള്ളവരൊന്ന് ശ്രദ്ധിക്കണം. അതേപോലെ പൊതുവേ ഒരു ആരോഗ്യ കുറവ് അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരിക്കും. പ്രതിരോധ ശക്തി കുറവ് ഉള്ള ദിവസമായിരിക്കും. അലർജി സംബന്ധമായ അസുഖമുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല. അതേപോലെ ശത്രുദോഷം ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. ആവശ്യമില്ലാതെ അനാവശ്യങ്ങൾ, അപവാദങ്ങളൊക്കെ ഈ ചിങ്ങൻ രാശിക്കാർക്ക് ഈ ദിവസം കേൾക്കേണ്ടതായിട്ട് വരും. മറ്റുള്ളവരുമായിട്ട് കലഹം ഉണ്ടാക്കേണ്ടതായിട്ട് വരും. എങ്കിലും വാക്കുകൾ അനുകൂലമായി ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ട് വലിയ ദോഷത്തെയൊക്കെ കുറയ്ക്കാനായിട്ട് കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒരു പരിധി വരെ അനുകൂലമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ വരാം. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. എന്നാൽ മക്കൾ നിന്ന് ചില മനോവിഷമമായ അവസ്ഥയുണ്ടാവും. തൊഴിൽ രംഗത്ത് ഒട്ടും അനുകൂലമല്ല. തൊഴിൽ രംഗത്ത് തൊഴിലാളികളിൽ നിന്ന് മനസ്സിന് പ്രയാസം ഉണ്ടാവും. അതേപോലെ ശത്രുക്കൾ മൂലമുള്ള ദോഷവും തൊഴിൽ രംഗത്തുണ്ടാവും. അതുകൊണ്ട് അത് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. കന്നി രാശി. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം, അതാണ് കന്നിരാശി എന്ന് പറഞ്ഞാൽ ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗത്ത് ജനിക്കുന്നവർ, അത്തം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ, ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി ഭാഗത്ത് ജനിക്കുന്നവർ, ഇവരൊക്കെ കന്യക്കൂറുകാരാണ്. ഇവരാണ് കന്യക്കൂർ എന്ന് പറയുന്നത്. ഈ കന്യക്കൂറുകാരുടെ ഫലം, കന്നിരാശികൾ ചന്ദ്രൻ നിൽക്കുന്ന ആളുകളുടെ ഫലം, അതാണ് ഈ പറയുന്നത്. കന്യക്കൂറുകാരുടെ ഫലം. കന്യക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കഠിന ദോഷമാണ്. എങ്കിലും അവർക്ക് ദൈവാധീനമുള്ള ഒരു ദിവസം കൂടെയാണ്. അതുകൊണ്ട് ആ ദോഷങ്ങളൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് കഴിയും. എങ്കിലും അവർക്ക് ആരോഗ്യം അത്ര അനുകൂലമായിരിക്കില്ല. ഒന്നിനും ഒരാത്മവിശ്വാസം ഉണ്ടാവില്ല. അലസതയായിരിക്കും. ഒന്നും ചെയ്യാൻ തോന്നില്ലാത്തൊരു ദിവസമായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ദഹനക്കുറവ്, പിത്തസംബന്ധമായ പ്രശ്നങ്ങൾ, ഉഷ്ണരോഗങ്ങൾ, പൊള്ളൽ, ഇതൊക്കെ ഏൽക്കാതിരിക്കാൻ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. പൊതുവെ ഒരു ക്ഷീണം, അലസത, പ്രതിരോധ ശക്തി കുറവ് അനുഭവപ്പെടും. എന്നാൽ മനസ്സ് ഒന്ന് ശ്രദ്ധിച്ചാൽ, കൺട്രോൾ ചെയ്താൽ നല്ല രീതിയിലാക്കാനായിട്ട് കഴിയും. മനസ്സും ബുദ്ധിയും ഒക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃസ്ഥാനീയർ പൊതുവെ അനുകൂലമായിരിക്കും. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. സഹോദര സ്ഥാനീയർ പൊതുവെ കന്നിരാശിക്കാർക്ക് അനുകൂലമായിരിക്കും. ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയുന്ന ഒരു ദിവസമാണ്. കടബാധ്യത കുറച്ചു കൊണ്ടുവരാൻ കഴിയും. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും തന്നെ അനുകൂലമായിരിക്കില്ല. വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല. അശ്രദ്ധ മൂലമുള്ള ഓർമ്മക്കുറവ് ചില നഷ്ടങ്ങളെ ഉണ്ടാക്കും. ധനപരമായി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ദിവസം കൂടെയാണ്. ദൈവാധീനമുള്ള ദിവസമായതുകൊണ്ട് അപ്പോൾ ആ ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ അംഗീകാരമൊക്കെ ഒരു പരിധി വരെ ലഭിക്കും. ജീവിത പങ്കാളി അത്ര അനുകൂലമായിരിക്കില്ല. പക്ഷെ മക്കൾ പൊതുവെ സ്വസ്ഥയും സമാധാനമൊക്കെ ഉണ്ടാവും. തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല. സഹപ്രവർത്തകർ, തൊഴിലാളികൾ, ഇവരിൽ നിന്നൊക്കെ ചില പ്രയാസങ്ങളുണ്ടാവും. അതുകൊണ്ട് തൊഴിൽ രംഗത്ത് ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പോകാതിരിക്കാനായിട്ട് കന്നിരാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക.
ഇനി നമുക്ക് തുലാം രാശി. തുലാം രാശിക്ക് ദോഷമാണ് ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം എന്ന് പറഞ്ഞാൽ ചിത്തിര നക്ഷത്രത്തിൻ്റെ അവസാന പകുതി ഭാഗം, ചോതി നക്ഷത്രം, വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം. ഈ ഭാഗത്ത് ജനിക്കുന്നവർ തുലാക്കൂറിൽ ജനിച്ചവരാണ്. അവരുടെ ഫലം തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായ ഒരു ദോഷം തന്നെയാണ്. ആരോഗ്യം അനുകൂലമല്ല, മനസ്സും അനുകൂലമായിരിക്കില്ല, ആത്മവിശ്വാസക്കുറവ്, അലസത, ഒന്നും ചെയ്യാനുള്ള ഒരു ശക്തിയില്ലായ്മ, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. ആരോഗ്യം അനുകൂലമായിരിക്കില്ല, മനസ്സും അത്ര അനുകൂലമല്ല, ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല, മാതൃപിതസ്ഥാനീയരുന്ന അനുകൂലമല്ല, ഒരഭിപ്രായ സ്ഥിരത ഉണ്ടാവില്ല. അതേപോലെ ആസ്മ, മാനസിക അസ്വസ്ഥത, ഗർഭാശയ രോഗങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള തുലാം രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല, ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകുന്ന ഒരു ദോഷമാണ്. കടബാധ്യത വരാം, മറ്റുള്ളവരുമായി കലഹമുണ്ടാകാം, മുൻകോപം മൂലം ചില നഷ്ടങ്ങൾ വരാം. എന്നാൽ വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്, ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും. പൊതുവെ ദൈവാധീനം വളരെ കുറയുന്ന ഒരു ദോഷമാണ്. ജീവിത പങ്കാളിയിൽ നിന്നോ മക്കളിൽ നിന്നൊന്നും അനുകൂലമായ ഒരു സമീപനം ഉണ്ടാവില്ല. തൊഴിൽരംഗത്ത് മേന്മയുണ്ടാകും. ശ്രദ്ധിച്ചാൽ തൊഴിൽരംഗത്ത് മേന്മയുണ്ടാക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് വരുന്നത്. തൊഴിലാളികളൊക്കെ അനുകൂലമായിട്ട് വരും. ഇപ്പോൾ ജാതകത്തിലെ മറ്റ് ഭാവങ്ങളിലൊക്കെ തൊഴിൽരംഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോയാൽ തൊഴിൽരംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് തുലാം രാശിക്കാർക്ക് കഴിയും. ഇനി വൃശ്ചികം രാശി. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട. വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗത്ത് ജനിച്ചവർ, അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർ, തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർ, ഇവരുടെ എല്ലാം കൂറ് എന്ന് പറയുന്നത് വൃശ്ചികക്കൂറാണ്. ചന്ദ്രൻ വൃശ്ചിക രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നർത്ഥം. വൃശ്ചികക്കൂറിൽ ജനിച്ചവർക്കുള്ള ഇപ്പോഴത്തെ ഫലമാണ് പറയുന്നത്. ഈ ദിവസത്തെ ഫലമാണ്. വൃശ്ചികക്കൂറിൽ ദോഷകരമായ ഒരു ദോഷമാണ്. എന്നാൽ അവർക്ക് പൊതുവെ ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും, അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, പൊതുവെ ആരോഗ്യമൊക്കെ ഉണ്ടാകും, ഒരഭിപ്രായ സ്ഥിരത ഉണ്ടാവും, മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും, മാതൃപ്രതിസ്ഥാനീയർ അനുകൂലമായിരിക്കും, ആരോഗ്യത്തിനൊക്കെ മേന്മയുണ്ടാകും. എന്നാൽ സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല. ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ധനപരമായ പ്രശ്നങ്ങൾ മൂലം സഹോദരർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമോ കലഹമോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട്. കരൾ രോഗമുള്ളവർ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല, ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല, വാക്കുകൾ അനുചിതമായി വീഴും എന്നുള്ളത് കൊണ്ട്, പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അല്ലെങ്കിൽ നല്ല അർത്ഥത്തിൽ എടുക്കില്ല എന്നുള്ളത് കൊണ്ട് അതുമൂലവും ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാം. അതുകൊണ്ട് പരമാവധി സംസാരം കുറയ്ക്കാനായിട്ട് വൃശ്ചിക രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവാധീനമൊക്കെ ഉള്ളൊരു ദിവസമാണ്. ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമായിരിക്കും. ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയും. എങ്കിലും തൊഴിൽ രംഗത്ത് ശത്രുക്കൾ മൂലമുള്ള ചില പ്രയാസങ്ങൾ ഉണ്ടാകും. അതേപോലെ സഹപ്രവർത്തകർ അത്ര അനുകൂലമായിരിക്കില്ല. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇനി ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം. മൂലം നക്ഷത്രം, പൂരാട നക്ഷത്രം, ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗത്ത് ജനിക്കുന്നവരാണ് ധനുരാശി ജനിക്കുന്നവർ. ധനുരാശിക്കാരെന്ന് പറഞ്ഞാൽ ധനുരാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നവർ, ധനുക്കൂറുകാർ. ഈ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കഠിന ദോഷമുള്ള ഒരു സമയമാണ്. എങ്കിലും അവർക്ക് മനസ്സ് പൊതുവെ അനുകൂലമായിരിക്കും, ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കും, മാതൃസ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും. എന്നാൽ ഒരു ആത്മവിശ്വാസക്കുറവ് ഇവർക്ക് എല്ലാ കാര്യത്തിലും ഉണ്ടാവും, അലസത ഉണ്ടാവും, ദഹനക്കുറവ്, വിളർച്ച, പ്രതിരോധ ശക്തി കുറവ്, നേത്രരോഗങ്ങൾ മൂലമുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല, കടബാധ്യത വരും,
ശത്രുക്കൾ മൂലമുള്ള ദോഷത്തെ ശരിക്കും കരുതിയിരിക്കേണ്ട ഒരു ദിവസമാണ് ധനുരാശിക്കാർ. ഈ ദിവസം അപകടങ്ങൾ ഉണ്ടാകാം, വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് കഴിയും, എന്നാലും മറ്റുള്ളവരുമായി ചില കലഹങ്ങളൊക്കെ ഉണ്ടാവാം. ധനപരമായ ഒട്ടും അനുകൂലമല്ലാത്ത സമയമാണ്. ദൈവാധീനം വളരെ കുറഞ്ഞ സമയമാണ്. മക്കൾ അത്ര അനുകൂലമായിരിക്കില്ല, എന്നാൽ ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ രംഗത്ത് പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ധനുരാശിക്കാർ ഈ ദിവസം ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലേക്കോ അല്ലെങ്കിൽ തൊഴിൽ രംഗത്തേക്കൊക്കെ പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ദിവസമാണ്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഈ ദിവസത്തെ മനോഹരമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. കാര്യം കഠിന ദോഷമൊക്കെ ആണെങ്കിലും കുറേ അധികം നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ ദോഷത്തേക്ക് ഒഴിവാക്കാനും കഴിയും. അതിനു വേണ്ടിയാണ് ഈ ഫലങ്ങളൊക്കെ പറയുന്നത്. ഇനി മകരം രാശി. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം, തിരുവോണം നക്ഷത്രം, അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി ഭാഗത്ത് ജനിച്ചവർ മകരക്കൂറുകാരാണ്. അവർ ചന്ദ്രൻ മകരം രാശിയിൽ സ്ഥിതി ചെയ്യുന്ന എന്നർത്ഥം. മകരക്കൂർ എന്ന് പറഞ്ഞാൽ അങ്ങനെ അവരുടെ രാശി ഫലമാണ് പറയുന്നത്. മകരക്കൂറുകാരുടെ ഫലമാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായ ഒരു ദിവസമാണ്. ആരോഗ്യം അനുകൂലമല്ല, മനസ്സും അനുകൂലമല്ല. ആത്മവിശ്വാസക്കുറവ്, അലസത, സംശയം, ഒന്നിനും ഒരു സ്വന്തം കഴിവുകളെ വിശ്വാസമില്ലാത്ത ദിവസം ഒക്കെ ആയിരിക്കും. അതേപോലെ ഉദര സംബന്ധമായ അസുഖങ്ങൾ, ആസ്മ, മാനസിക അസ്വസ്ഥത, ഗർഭാശയ സംബന്ധമായ കാര്യങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം. മനസ്സ് ഒരിക്കലും ഒരു ശുഭകരമായിരിക്കില്ല. അനാവശ്യമായ ചിന്തകൾ, ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ മൂലം മനസ്സ് അസ്വസ്ഥമാകുന്ന ഒരു ദിവസമായിരിക്കും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകുന്ന സമയമാണ്. കടബാധ്യത വരും, മറ്റുള്ളവരുമായി കലഹമുണ്ടാകും. വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കണം. മിണ്ടാതിരുന്നാലും കുഴപ്പമില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം കേൾക്കുമ്പോൾ അതെന്താണെന്ന് അറിയാനായിട്ട് അവിടെ പോയി നോക്കിയിട്ട് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞ് അവിടെയുള്ള എല്ലാ പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്വം സ്വന്തം തലയിൽ വീഴുന്ന അവസ്ഥയൊക്കെ വരുന്ന ഒരു ദിവസമായിരിക്കും മകരം രാശിക്കാർക്ക്. അപ്പോൾ അതൊക്കെ വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല. ദൈവാധീനമുണ്ട്. സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. കുടുംബത്തിലൊരു സ്വസ്ഥയും സമാധാനമൊക്കെ ഉണ്ടാവും. എന്നാൽ തൊഴിൽ രംഗം നേട്ടങ്ങളുണ്ടാക്കാം. വളരെ ശ്രദ്ധിക്കുകയാണ്. ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ തൊഴിൽ രംഗത്ത് നേട്ടങ്ങളുണ്ടാക്കാം. ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സമയമാണ് കുറച്ച് നാളും കൂടെ. അതുകൊണ്ട് ഇതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് വരിക. ഇനി കുംഭം രാശി. അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാന പകുതി ഭാഗം, ചതയം നക്ഷത്രം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ഇത് ജനിച്ചവർ കുംഭൻ രാശിയിൽ അഥവാ കുംഭക്കൂറിൽ ജനിച്ചവരാണ്. ഈ കുംഭക്കൂറിൽ ജനിച്ചവരുടെ ഈ ദിവസം ദോഷമാണ്. മനസ്സ് അനുകൂലമല്ലെങ്കിലും ശരീരത്തിന് അനുകൂലമായിരിക്കും. ഒരു ആത്മവിശ്വാസമൊക്കെ പല കാര്യത്തിലും ഉണ്ടാവും. ഈ അമിതമായ ആത്മവിശ്വാസം ചിലപ്പോൾ ഇതിൽ അപകടം ചെയ്യും. കാരണം മനസ്സ് അനുകൂലമല്ല, ബുദ്ധി അനുകൂലമല്ല. മനസ്സും ബുദ്ധിയും അനുകൂലമല്ലാത്തതുകൊണ്ട് എടുക്കുന്ന തീരുമാനങ്ങൾ അനുകൂലമായിരിക്കില്ല. അപ്പോൾ അനുകൂലമല്ലാത്ത ചില തീരുമാനങ്ങൾ എടുക്കുകയും അതിലേക്ക് എടുത്തു ചാടുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികളൊക്കെ ഈ ദിവസം കുംഭൻ രാശിക്കാർക്കുണ്ടാകാം. ആരോഗ്യം പൊതുവെ അനുകൂലമാണ്. എന്നാൽ ആസ്മ, മനോരോഗമൊക്കെ ഉള്ളവരൊന്ന് ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ അനുകൂലമാണ്. കടബാധ്യതയൊക്കെ കുറയ്ക്കാനായിട്ട് കഴിയും. മറ്റുള്ളവരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു പരിധിവരെ പറഞ്ഞു തീർക്കാൻ കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ്. ധനപരമായ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാം. തൊഴിൽ രംഗവും അത്ര മേന്മ ഉള്ളതല്ല. മക്കൾ പ്രതികൂലമായിരിക്കും. എന്നാൽ ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും കുംഭൻ രാശിക്കാർ ഈ ദിവസം ഉപയോഗിക്കാതിരിക്കുക. പ്രത്യേകിച്ച് വീട്ടിലേക്ക് കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാതിരിക്കുക. ഇനി മീനം രാശി. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ അതിൻ്റെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് മീനം രാശിയിലായിരിക്കും ചന്ദ്രൻ നിൽക്കുക. അവരെയാണ് മീനക്കൂർ എന്ന് പറയുക. ഈ മീനക്കൂറിൽ ജനിച്ചവരെ സംബന്ധിച്ച് ഒട്ടും അനുകൂലമല്ല.
പക്ഷേ മനസ്സ് പൊതുവേ അനുകൂലമായിരിക്കും. ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ കഴിയും. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പിത്തവാത സംബന്ധമായ അസുഖങ്ങൾ, ശരീരത്തിന് വേദന, ഇതൊക്കെ ഉണ്ടാകാൻ കഴിയുന്ന ദിവസമാണ്. പക്ഷെ മനസ്സിനെ കൺട്രോൾ ചെയ്തു പോയാൽ ഇതൊക്കെ ഒരു പരിധി വരെ നിയന്ത്രിക്കാം. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ഭൂമി സംബന്ധമായ ചില പ്രശ്നങ്ങൾ, ധനപരമായ ചില കലഹങ്ങളൊക്കെ ഉണ്ടാവും. കടബാധ്യത വരും. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. ധനപരമായ നഷ്ടങ്ങളുണ്ടാവും. മക്കൾ അനുകൂലമല്ല. എന്നാൽ ജീവിത പങ്കാളി ഒരു പരിധി വരെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖലയിൽ ശത്രുക്കളുടെ ദോഷം, അതേപോലെ സഹപ്രവർത്തകരിൽ നിന്നുള്ള മനസ്സിന് പ്രയാസകരമായ അവസ്ഥ, മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. നന്നായിട്ട് നാമം ജപിച്ചൊക്കെ പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ദോഷങ്ങൾ, കഠിന ദോഷങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളവർ നന്നായി നാമം ജപിക്കുക. കാരണം ചന്ദ്രാധിഷ്ഠിത രാശിഫലങ്ങൾ പൂർണ്ണമായും നാമജപത്തിലൂടെ, ഈശ്വരാരാധനയിലൂടെ പരിഹരിക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ നന്നായി നാമം ജപിക്കുക. പക്ഷെ ജാതക ദോഷങ്ങൾ അത്രയും പരിഹരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്നാൽ ഈ ചന്ദ്രാധിഷ്ഠിത ദോഷങ്ങളെ പരിഹരിക്കാൻ കഴിയും എന്നാണ് എൻ്റെ അനുഭവം. അത് തന്നെയാണ്. അതുകൊണ്ട് നന്നായിട്ട് നിങ്ങൾ നാമം ജപിക്കുക, ക്ഷേത്ര ദർശനം നടത്തുക, ഈശ്വരാരാധന നടത്തുക, കുടുംബത്തിൽ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കഴിയുമെങ്കിൽ നാമം ജപിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യം. ഇപ്പോൾ പല ജോലിക്കൊക്കെ പോകുന്നവർക്ക് അത് കഴിയില്ല. എങ്കിലും അത് കഴിയുന്നെങ്കിൽ അവർ നാമം ജപിക്കുക. നാമജപത്തിന് സമയവും കാലവും ഒന്നും നോക്കണ്ട. ശുദ്ധാശുദ്ധികൾ പോലും നാമജപത്തിന് വലിയ പ്രാധാന്യമില്ല. അതുകൊണ്ട് എപ്പോഴും നാമം ജപിക്കാം. ഏത് സമയത്തും നാമം ജപിക്കാം. നിങ്ങൾക്ക് എപ്പോഴാണോ അല്പം ഫ്രീ സമയം കിട്ടുന്നത് ആ സമയത്ത് നാമം ജപിക്കുക, ഈശ്വരാരാധന നടത്തുക, ദോഷങ്ങളെ കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.